ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, അതിൻ്റെ പ്രോപ്പർട്ടീസും പ്രോബ്ലംസും ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് LCR സർക്യൂട്ട്. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. We know an LCR circuit is an electrical circuit consisting of a resistor R and an inductor L and a capacitor C, and they are connected in series or in parallel. ഇത് ഒരു LCR സർക്യൂട്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. റെസിസ്റ്റർ R, ഇൻഡക്ടർ L ആൻഡ് എ കപ്പാസിറ്റർ C. ഇനി ഈ റെസിസ്റ്റൻസിൻ്റെ ആബ്സെൻസിൽ ഈ റെസിസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ ഈ സർക്യൂട്ട് അതിൻ്റെ മാക്സിമം ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുമായിരുന്നു. ദാറ്റ് ഈസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് റെസിസ്റ്റർ ദ സർക്യൂട്ട് വിൽ ഓസിലേറ്റ് വിത്ത് മാക്സിമം പീക്ക് ഫ്രീക്വൻസി ആൻഡ് ദിസ് പീക്ക് ഫ്രീക്വൻസി ഈസ് നോൺ ആസ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. റെസൊണൻറ്റ് ഫ്രീക്വൻസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതായത് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ബിക്കം ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് സിസ്റ്റം. ദാറ്റ് ഈസ് നോൺ ആസ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. ആ സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനോട് ഈക്വലായി വരുന്ന ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനെയാണ് നമ്മൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. റെസൊണൻറ്റ് ഫ്രീക്വൻസിയിലാണ് സിസ്റ്റം മാക്സിമം ഓസിലേറ്റ് ചെയ്യുന്നത്. ദെൻ ബൈ ഇൻട്രൊഡ്യൂസിങ് ദ റെസിസ്റ്റർ increases the decay of these oscillations which is known as damping. ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ പ്രസൻസ് ഈ സിസ്റ്റത്തിൻ്റെ മാക്സിമം ഓസിലേഷനിൽ ഒരു ഡിക്രീസ് ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് റെസിസ്റ്റർ ഇൻക്രീസസ് ദ ഡീക്കേ കമ്പോണൻറ്റ് ആൻഡ് ഹിയർ ദ റെസിസ്റ്റൻസ് പ്ലേസ് ദ പാർട്ട് ഓഫ് റെസിസ്റ്റീവ് ഫോഴ്സ് സിമിലർ ടു ഡാമ്പിംഗ് ഫോഴ്സ് ഇൻ മെക്കാനിക്കൽ ഓസിലേറ്റർ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു ഓവർവ്യൂ പറഞ്ഞാൽ, നമ്മളിവിടെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്തു, ഒരു LCR സർക്യൂട്ട്. ഇതിൽ ഈ R എന്ന് പറയുന്ന റെസിസ്റ്റർ കമ്പോണൻറ്റിൻ്റെ പ്രസൻസ് റെഡ്യൂസസ് ദ പീക്ക് റെസൊണൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ ആ പീക്ക് റെസൊണൻറ്റ് ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന റിഡക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ പ്രസൻസ് ഡാമ്പിംഗ് ഫോഴ്സ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡാമ്പിംഗ് കമ്പോണൻറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 കേസുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേസ് 1, കേസ് 2 ആൻഡ് കേസ് 3. അപ്പോൾ 3 തരത്തിലുള്ള ഡാമ്പിങ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും കേസ് 1ഉം കേസ് 2ഉം കേസ് 3ഉം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മളിത് സോൾവ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം സോൾവ് ചെയ്യുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോമും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും യൂസ് ചെയ്തുകൊണ്ടാണ്. ഈ സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിലേക്ക് വന്നാൽ, ദ കപ്പാസിറ്റർ C ബി ചാർജ്ഡ് ബൈ ദ ബാറ്ററി ആൻഡ് ദെൻ ഡിസ്ചാർജ് ത്രൂ L ആൻഡ് R അറ്റ് എനി ഇൻസ്റ്റൻറ്റ് T. ലെറ്റ് Q ബി ദ ചാർജ് ഓഫ് ദ കപ്പാസിറ്റർ ആൻഡ് I ബി ദ കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. Then the potential difference across the inductor is L into di/dt. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് L into di/dt ആണ്. ഇവിടെ 3 കമ്പോണൻസ് ഉണ്ട്, R, C ആൻഡ് L. നെക്സ്റ്റ് കമ്പോണൻറ്റ് R ആണ്. The potential difference across the resistor is I into R. Then the potential difference across the capacitor is Q/C is equal to 1/C integral 0 to T I dt. അപ്പം നമ്മൾ 3 കമ്പോണൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫൈൻഡ് ചെയ്തു. ദെൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ദ സം ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ലൂപ്പ് മസ്റ്റ് ബി 0. ദാറ്റ് ഈസ് L into di/dt പ്ലസ് IR പ്ലസ് 1/C into integral 0 to T I dt is equal to 0. Equation number 1. Then differentiating equation 1 with respect to time, we get L into d square I/dt square പ്ലസ് R into di/dt പ്ലസ് ഇത് ഇൻ്റഗ്രലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ I/C ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 2. ദെൻ ഡിവൈഡിങ് ദിസ് ഇക്വേഷൻ ബൈ L. ദാറ്റ് ഈസ് ഈ ടൈമിൽ L വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ടൈം ഇല്ല, L ക്യാൻസൽ ആയി പോവും. നമുക്ക് എങ്ങനെ കിട്ടും? d square I/dt സ്ക്വയർ പ്ലസ് ഇവിടെ R/L di/dt പ്ലസ് I/LC ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 3. ഹിയർ R/L is equal to 2K and K is known as the damping constant and 1/LC equal to omega 0 square, that is equal to the natural frequency of LCR circuit. നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണിത്. അതായത് omega 0 is equal to √1/LC. അതായത് ഈ ഒമേഗ 0നെയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓർ മാക്സിമം ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുന്നത് ഈ ടൈമിലാണ്. സോ ഇവിടെ ഒമേഗ 0 സ്ക്വയർ എന്നാണ്. ഒമേഗ 0 സ്ക്വയർ 1/LC ആണ്. സോ ഒമേഗ 0 is equal to √1/LC.
ദാറ്റ് ഈസ് ഒരു സിസ്റ്റത്തിൽ ഡാമ്പിംഗ് എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ആ സിസ്റ്റം മാക്സിമം ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യും. ഇനി അവിടെ ഡാമ്പിംഗ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ആ പീക്ക് ഫ്രീക്വൻസിയിൽ ഒരു ഡിക്രീസ് ഉണ്ടാവും. ഇനി ഈ ഡിഫൈൻ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഇക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ d²i/dt² പ്ലസ് r/L-ന് 2k ഇൻറ്റു di/dt പ്ലസ് ω02i is equal to 0. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 4. ദെൻ നമ്മുടെ പ്രൊസീജിയറിലേക്ക് വരാം. ടേക്കിംഗ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇക്വേഷൻ 4 വി ഗെറ്റ്, നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ഡെറിവേറ്റീവിൻ്റെയൊക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചതാണ്. ദാറ്റ് ഈസ് d²i/dt². നമുക്ക് എങ്ങനെ എഴുതാം? ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് L ഓഫ് f" ഓഫ് t ഈസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ ഇക്വേഷൻ? s² f ഓഫ് s മൈനസ് എസ് എഫ് ഓഫ് 0 മൈനസ് f' ഓഫ് 0. നമ്മൾ ഡെറിവേറ്റീവിന് ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചതാണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെയാണ് ഇത്. ഇനി നമ്മുടെ ഇക്വേഷൻ നോക്കിയാൽ d²i/dt² എന്നാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതണം? s² L ഓഫ് i മൈനസ് si0 മൈനസ് i0'. ഇതേ ഫോർമാറ്റ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കണേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഇത്രയും ഭാഗത്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇനി പ്ലസ് 2k ഇൻറ്റു ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. എസ് എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് 0 എന്നുള്ള ഫോർമാറ്റാണ്. സോ എസ് L ഓഫ് i മൈനസ് i0 പ്ലസ് ഇവിടെ ω02 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് i ഈക്വൽ ടു 0. ദാറ്റ് ഈസ് L ഓഫ് i ഇൻറ്റു ഈ L ഓഫ് i നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഈ ടേമിലും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഈ ടേം 2ks L ഓഫ് i ഉണ്ട്, ഇവിടെ ഒരു L ഓഫ് i ഉണ്ട്. അപ്പോൾ L ഓഫ് i ഇൻറ്റു s² പ്ലസ് 2ks പ്ലസ് ω02 മൈനസ് ബാക്കിയുള്ള ടേംസ് si0 മൈനസ് i0' മൈനസ് 2k i0 is equal to 0. Then let us assume that at t is equal to 0. ഇനീഷ്യലി ടൈം t 0 ആണെങ്കിൽ i എന്തായിരിക്കും? i0 ആണ്. അപ്പോൾ ഇനിഷ്യലി ഉള്ള കറണ്ട് ഓർ ടൈം 0യിലുള്ള കറണ്ടാണ് എന്ത്? i0. i is equal to i0 ആണെങ്കിൽ i0' എന്താണ്? 0 ആണ്. ദെൻ L ഓഫ് i0, ഐക്ക് പകരം i0 കൊടുക്കുക. L ഓഫ് i0 ഇൻറ്റു s² പ്ലസ് 2ks പ്ലസ് ω02 മൈനസ് si0, ഇവിടെ i0' 0 ആയിപ്പോയി, മൈനസ് 2k i0 is equal to 0. ദെൻ L ഓഫ് i0 is equal to i0 ഇൻറ്റു s പ്ലസ് 2k ഡിവൈഡഡ് ബൈ s² പ്ലസ് 2ks പ്ലസ് ω02. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇത് i0 ഇൻറ്റു എസ് പ്ലസ് 2k എന്നാണ്. അതിന് നമുക്ക് i0 ഇൻറ്റു എസ് പ്ലസ് കെയും പിന്നെ i0 ഇൻറ്റു കെയുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് i0 ഇൻറ്റു എസ് പ്ലസ് കെ ഡിവൈഡഡ് ബൈ s² പ്ലസ് 2ks പ്ലസ് ω02 പ്ലസ് i0 ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ s² പ്ലസ് 2ks പ്ലസ് ω02. ദാറ്റ് ഈസ് ഈക്വൽ ടു i ആണ് ലെഫ്റ്റ് സൈഡിൽ, i is equal to i0. ഇനി ഈ ടേമിന് നമുക്ക് L ഇൻവേഴ്സ് അപ്ലൈ ചെയ്യണം. L ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് കെ ഡിവൈഡഡ് ബൈ കെ എസ് പ്ലസ് കെ ദ ഹോൾ സ്ക്വയർ മൈനസ് k² പ്ലസ് ω02. ഇതെങ്ങനെ വന്നു എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടീസും പഠിച്ചതാണ്, അതുപോലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്. ഇവിടെ എങ്ങനെ വേണം? നമുക്ക് എസ് പ്ലസ് കെ എന്നുള്ള ഫോമിൽ വേണം. മേളിൽ എസ് പ്ലസ് കെ ആയതുകൊണ്ട് ഡിനോമിനേറ്ററിലും എസ് പ്ലസ് കെ എന്ന് പറഞ്ഞ ഫോമിൽ വേണം. എസ് പ്ലസ് കെ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ വന്നെങ്കിൽ എന്തൊക്കെ വേണം? s² പ്ലസ് 2ks പ്ലസ് k² വേണം. അപ്പോൾ k² ഇവിടെ ഇല്ലാത്ത കാരണം ഒരു k² നമ്മൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ s² പ്ലസ് 2ks പ്ലസ് k² മൈനസ് k² പ്ലസ് ω02. അപ്പോൾ s² പ്ലസ് 2ks പ്ലസ് k²ന് എസ് പ്ലസ് കെ ദ ഹോൾ സ്ക്വയർ മൈനസ് k² പ്ലസ് ω02 പ്ലസ് i0 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് കെ ഡിവൈഡഡ് ബൈ സെയിം പ്രൊസീജിയർ ഇവിടെ അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് എസ് പ്ലസ് കെ ദ ഹോൾ സ്ക്വയർ മൈനസ് k² പ്ലസ് ω02. ഇനി ഇവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണമെങ്കിൽ എസ് പ്ലസ് കെ അതിന് നമ്മൾ എസ് എന്ന് പറഞ്ഞ് എഴുതണമെങ്കിൽ ഒരു e⁻−kt ഔട്ട് സൈഡ് എഴുതിയാൽ മതി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എഴുതിയിട്ട് രണ്ട് ടേമിലും അതുപോലെ എഴുതിയിട്ട് എസ് പ്ലസ് കെക്ക് പകരം എസ് കൊടുക്കാം. Then we get i is equal to i0 e⁻−kt L inverse of
എസ് പ്ലസ് കെ എസ് ആയിട്ട് ചേഞ്ച് ചെയ്തു. സോ എസ് ബൈ എസ് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ പ്ലസ് ഒമേഗ സീറോ സ്ക്വയർ പ്ലസ് I0 ഇ റേസ് ടു മൈനസ് കെ ടി എൽ ഇൻവേഴ്സ് ഓഫ് കെ ബൈ എസ് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ പ്ലസ് ഒമേഗ സീറോ സ്ക്വയർ. ദെൻ പുട്ട് കെ ഇസ് ഈക്വൽ ടു ആർ ബൈ 2L. അപ്പോൾ കെയ്ക്ക് ആർ ബൈ 2L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ I is equal to I0 e raised to minus R by 2L into T, ഇവിടെ ഒരു K ഉണ്ട്, into L inverse of S by ഇനി എസ് സ്ക്വയർ മൈനസ് കെ സ്ക്വയറിന് എസ് സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ബൈ 4L സ്ക്വയർ പ്ലസ് ഒമേഗ സീറോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് 1/LC ആണ്. അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1/LC പ്ലസ് ഈ ടൈം I0 ഇൻറ്റു ഈ കെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ കെയ്ക്ക് ആർ ബൈ 2L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ I0 ഇൻറ്റു ആർ ബൈ 2L ഇ റേസ് ടു മൈനസ് ആർ ബൈ 2L ടി എൽ ഇൻവേഴ്സ് ഓഫ് ഇവിടെ ബാക്കി എന്തുണ്ട് റിമൈനിങ് 1/S സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ബൈ 4L സ്ക്വയർ പ്ലസ് 1/LC. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഈ ഇക്വേഷനിലാണ് നമ്മൾ 3 കേസുകളും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. കേസ് 1 ദാറ്റ് ഈസ് ഒമേഗ സീറോ സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ. ദാറ്റ് ഈസ് the natural frequency of oscillation become equal to the damping constant. ആ കേസാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ ഒമേഗ സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ. 1/LC എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലൻ്റ് ആണ്? ആർ സ്ക്വയർ ബൈ 4L സ്ക്വയറിനോട് ഈക്വലൻ്റ് ആണ്. സോ ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. I is equal to I0 e raised to മൈനസ് ആർ ബൈ 2L ഇൻറ്റു ടി, അതൊക്കെ സെയിമാണ്. എൽ ഇൻവേഴ്സ് ഓഫ് നോക്കുക 1/LC ആർ സ്ക്വയർ ബൈ 4L സ്ക്വയറിനോട് ഇക്വലൻ്റ് ആവുന്നു എന്ന് പറഞ്ഞാൽ ഈ ടേമും സെയിം ആയി. ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ടേം ആണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. റിമൈനിങ് എസ് ബൈ എസ് സ്ക്വയർ. സോ എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് I0 ഇൻറ്റു ആർ ബൈ 2L, ആ ടൈമൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, ഇ റേസ് ടു മൈനസ് ആർ ബൈ 2L ഇൻറ്റു ടി എൽ ഇൻവേഴ്സ് ഓഫ് ഇവിടെ സെയിം, ഇത് ക്യാൻസൽ ആയിപ്പോയി 1/S സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ടി ബൈ 2L ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ, ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/S 1 ആണ്. അപ്പോൾ നമുക്ക് നോക്കി എത്ര സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയെന്ന്. അപ്പോൾ ഈ ഒരു കേസ് വന്നപ്പം നമ്മുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആ ഫോമിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റി. അപ്പോൾ ഇവിടെ 1 കൊടുത്തു പ്ലസ് I0 ഇൻറ്റു ആർ ബൈ 2L, ഇവിടെ ഇ റേസ് ടു മൈനസ് ആർ ടി ബൈ 2L ഇൻറ്റു നോക്കുക എൽ ഇൻവേഴ്സ് ഓഫ് 1/S സ്ക്വയർ, ദാറ്റ് ഈസ് ടി. സോ I is equal to I0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ടി ബൈ 2L ഇൻറ്റു 1 പ്ലസ് ആർ ടി ബൈ 2L. ഇതാണ് നമ്മുടെ കേസ് 1, അതായത് ഒമേഗ സീറോ സ്ക്വയർ കെ സ്ക്വയറിനോട് ഇക്വലൻ്റ് ആവുന്ന കേസ്. ഇനി ഈ ഇക്വേഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. അതായത് ഇവിടെ 1 പ്ലസ് ആർ ടി ബൈ 2L എന്നൊരു ടേം ഉണ്ട്. അപ്പം ടൈം വേരി ചെയ്യുന്നതനുസരിച്ച് 1 പ്ലസ് ആർ ടി ബൈ 2L എന്ന് പറഞ്ഞ ടേം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അത് ഫസ്റ്റ് ടൈം അത് ഹൈ ആയിട്ട് പോകും. ദാറ്റ് ഈസ് ദ കറണ്ട് ഫസ്റ്റ് ഇൻക്രീസസ് ഡ്യൂ ടു ദ ടേം 1 പ്ലസ് ആർ ടി ബൈ 2L, ബട്ട് ആസ് ദ സെയിം ടൈം എലാപ്സസ് ദ എക്സ്പോണൻഷ്യൽ ടൈം, ദാറ്റ് ഈസ് ഇത് ഇൻക്രീസ് ആവും ഫസ്റ്റ്. ഈ ടിയുടെ പ്രസൻസ് മൂലം ഈ ടേം ഫസ്റ്റ് ഇൻക്രീസ് ആവുന്നത് കൊണ്ട് ഐയും ഇൻക്രീസ് ആയിക്കോളും. ബട്ട് ഇവിടെ ഒരു ടേം ഉണ്ടല്ലോ ടി വരുന്നത് ഇ റേസ് ടു മൈനസ് ആർ ടി ബൈ 2L, അതായത് 1/, എന്ന് വരും. അപ്പോൾ ഇവിടെ ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടോട്ടൽ ആൻസർ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഒരു ഇൻക്രീസ് ഉണ്ടാവുമെങ്കിലും ദെൻ ടൈം കൂടുന്നതനുസരിച്ച് ഈ ഇ റേസ് ടു മൈനസ് ആർ ടി ബൈ 2L എന്നുള്ള പ്രീഡോമിനൻ്റ് ആയിട്ടുള്ള ടേം ആയിട്ട് മാറും. സോ അത് 0യിലേക്ക് ടെൻഡ് ചെയ്യും, അതായത് കറണ്ട് 0യിലേക്ക് ടെൻഡ് ചെയ്യും. ദെൻ ദ LCR സർക്യൂട്ട് കം ബാക്ക് ടു ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ quickly. It does not oscillate at all. Then the motion is said to be critically damped condition. അപ്പോൾ കേസ് 1 ഒമേഗ സീറോ സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയറിൽ എന്ത് സംഭവിക്കും? സിസ്റ്റം ഫസ്റ്റ് ഒരു ഇൻക്രീസ് കറണ്ടിനുണ്ടാവുമെങ്കിലും പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരും, അതിൻ്റെ ഓസിലേഷൻസ് സ്റ്റോപ്പ് ആവും. അപ്പോൾ ആ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞ പേരാണ് ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ എന്ന്. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ടൊരു ഗ്രാഫൊക്കെ കാണാറുണ്ട് ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഫസ്റ്റ് കേസാണ് നമ്മളിവിടെ എടുത്തത്, കേസ് 1 ക്രിട്ടിക്കലി ഡാംഡ്. ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ഇവിടെ ടി, ഇവിടെ നമ്മൾ I ഓഫ് ടി, ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ ഇങ്ങനെ ഇതൊരു ഹൈ ആയിട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് പോകുന്ന ഒരു കേസാണ് ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ.
ഏതാണ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ സീറോ സ്ക്വയർ എന്നുള്ള സിറ്റുവേഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് അനലൈസ് ചെയ്യാം. നമ്മുടെ മെയിൻ ഇക്വേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് രണ്ടാമത്തെ കേസിലേക്ക് അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തും. ദാറ്റ് ഈസ് കേസ് 2 ഒമേഗ സീറോ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കെ സ്ക്വയർ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിലോ ഒമേഗ സീറോ സ്ക്വയർ ആണ് ഡാമ്പിംഗ് ഫോഴ്സിനേക്കാൾ, ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് അല്ലേ കെ, അതിനേക്കാളും കൂടുതലാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാൽ ആ സിസ്റ്റത്തിൻ്റെ ഡാമ്പിങ് ഏത് രീതിയിലായിരിക്കും എന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ദാറ്റ് ഈസ് 1/LC ഗ്രേറ്റർ ദാൻ ആർ സ്ക്വയർ ബൈ 4L². സോ I is equal to I0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് RT/2L L ഇൻവേഴ്സ് ഓഫ് ഈ രണ്ട് ടേമിലാണ് ചേഞ്ചസ് വരുന്നത്. അതായത് നമ്മുടെ മെയിൻ ഇക്വേഷനിൽ S/S² മൈനസ് R² 4L² പ്ലസ് 1/LC എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ 1/LC ആണ് ലാർജ് ടേം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? S² പ്ലസ് 1/LC മൈനസ് R² 4L² എന്ന് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ എന്നാലല്ലേ കറക്റ്റ് ആവുള്ളൂ. ഇതാണ് ലാർജ് ടേം, അപ്പോൾ ഇതാണ് സ്മോളർ ടേം. സോ ഈ രീതിയിൽ ഡിനോമിനേറ്ററിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. പ്ലസ് I0 ഇൻറ്റു R/2L ഈ ടേമിലും അതുപോലെ തന്നെ ഇ റേസ് ടു മൈനസ് RT/2L L ഇൻവേഴ്സ് ഓഫ് 1/S² പ്ലസ് 1/LC മൈനസ് R² 4L². ഇനി ദാറ്റ്സ് ഈക്വൽ ടു I0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് RT/2L L ഇൻവേഴ്സ് ഓഫ് ഇവിടെ S/S² പ്ലസ് ഇവിടെ ക്യാൻസലായി പോകാനുള്ള സാധ്യതയൊന്നുമില്ല. നമുക്കിവിടെ സെയിം അല്ലല്ലോ, ഈ ടൈമല്ലേ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ S² പ്ലസ് A² എന്നുള്ള ഫോമിലേക്ക് മാറ്റുക. ഇവിടെ S/S² പ്ലസ് A² എന്നും ഇവിടെ 1/S² പ്ലസ് A² എന്നും വന്നാൽ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? ഇത് A² എന്നുള്ള ഫോമിൽ ഇത് വന്നെങ്കിൽ S/S² പ്ലസ് ഒരു റൂട്ടും ഒരു സ്ക്വയറും കൂടെ കൊടുത്താൽ പോരെ. അപ്പോൾ റൂട്ട് ഓഫ് 1/LC മൈനസ് R² 4L² the whole square പ്ലസ് I0 ഇൻറ്റു R/2L ഇ റേസ് ടു മൈനസ് RT/2L L ഇൻവേഴ്സ് ഓഫ് ഇവിടെ അതുപോലെ തന്നെ ഒരു റൂട്ടും ഒരു സ്ക്വയറും കൂടെ കൊടുത്ത് 1/S² പ്ലസ് റൂട്ട് ഓഫ് 1/LC മൈനസ് R² 4L² the whole square. ദാറ്റ് ഈസ് I0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് RT/2L. ഇത് ഈ ടൈം എന്താണ്? ഫസ്റ്റ് S/S² പ്ലസ് A² ദാറ്റ് ഈസ് കോസ് AT. അപ്പോൾ കോസ് എ എന്ന് പറഞ്ഞാൽ റൂട്ട് 1/LC മൈനസ് R² 4L² ഇൻറ്റു ടി പ്ലസ് രണ്ടാമത്തെ ടേമിൽ ഒന്നെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ ഈ ടേമും ഇവിടെ ന്യൂമറേറ്ററിലും ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്കിപ്പോൾ അറിയാം. അതായത് ഇവിടെ എ ഇല്ലാത്ത കാരണം ഡിവൈഡഡ് ബൈ എ കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ആ രീതിയിലേക്ക് അങ്ങ് എഴുതിയാൽ മതി. നമ്മളിപ്പോൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. സോ സെക്കൻഡ് ടൈം എങ്ങനെ എഴുതും? I0 ഇൻറ്റു R/2L ഇ റേസ് ടു മൈനസ് RT/2L സൈൻ 80 എന്നുള്ള ഫോമാണ്. അപ്പോൾ എ റൂട്ട് ഓഫ് 1/LC മൈനസ് R² 4L² ഇൻറ്റു ടി ആണ്. ദെൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1/LC മൈനസ് R² 4L². The sign term in the equation suggests that the oscillating nature of the motion and the exponential term e raised to minus RT/2L is gradually damping out of the oscillation. This represents a damped simple harmonic oscillator. The frequency of the damped oscillator is given by ഇപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്താണെന്ന് നോക്കി. അതായത് ഇവിടെ വരുന്നത് സൈൻ്റെ ഒരു ടേമിൽ വരുന്നത് എന്താ? റൂട്ട് ഓഫ് 1/LC മൈനസ് R² 4L² അല്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് ω0² മൈനസ് K² ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എത്രയാണ്? നമുക്കറിയാം ω0 ആണ് ഗ്രേറ്റർ, K ആയിരുന്നു ഇവിടുത്തെ സ്മോൾ ടേം. അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ കിട്ടി ഇവിടുത്തെ ഫ്രീക്വൻസി എന്താണ്? ഒമേഗയാണ്. ω0 അല്ല, ω0² അതിൽ K റെഡ്യൂസ് ചെയ്ത ഒരു ഫ്രീക്വൻസിയായ ഒമേഗയാണ് ഇവിടുത്തെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ അണ്ടർ ഡാംപ്ഡ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അണ്ടർ ഡാംപ്ഡ് കണ്ടീഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഡാംപ്ഡ് ഓസിലേഷൻ്റെ ഒരു സാധാരണ നമ്മൾ വരയ്ക്കുന്ന ഒരു ഫിഗർ പോലെ ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരുന്നു. ടൈം ടി, ഇത് I(t). ഇത് ഏത് കേസാണ്? നമ്മുടെ ω0² ഗ്രേറ്റർ ദാൻ K². ω0 ആണ് ഗ്രേറ്റർ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ, അണ്ടർ ഡാംപ്ഡ് കണ്ടീഷൻ എന്നാണ് പറയണത്. ഇനി തേർഡ് കേസ് ω0² ലെസ് ദാൻ K².
ദാറ്റ് ഈസ് 1/LC ലെസ് ദാൻ r²/4l². അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ വെച്ചാണ് ഡിനോമിനേറ്ററിൽ ഏത് ഫോമിൽ വരണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പോൾ I = I0 e−RT/2l ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് S/, ഇവിടെ നോക്കിയാൽ 1/LC ആണ് സ്മോൾ ടേം, r²/4l² ആണ് ലാർജ് ടേം. അപ്പോൾ S/S² മൈനസ് r²/4l² മൈനസ് 1/LC എന്ന് എഴുതിയാൽ ഇത് മൈനസ് ആയി, ഇത് പ്ലസ്സും ആയില്ലേ, അപ്പോൾ കറക്റ്റ് ആയില്ലേ. പ്ലസ് I0 ഇൻറ്റു e−RT/2l ഇൻറ്റു r/2l L ഇൻവേഴ്സ് ഓഫ് 1/S² മൈനസ് ഓഫ് r²/4l² മൈനസ് 1/LC. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇൻവേഴ്സ് ഉള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, ഈ ടേമിൽ S/S² മൈനസ് റൂട്ടും സ്ക്വയറും കൂടെ അപ്ലൈ ചെയ്ത് ഒരുമിച്ച് ഇവിടെ അതുപോലെ തന്നെ ചെയ്തു. ന്യൂമറേറ്ററിലും ഇവിടെ ഒരു ഡിനോമിനേറ്ററിലും കൊടുത്തു. ദെൻ നമ്മുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായി, ഇത് S/S² മൈനസ് a² എന്നുള്ള ഫോമിലാണ്, പ്ലസ് അല്ല. സോ cos 80 അല്ല, cos h80 ആണ്. I = I0 e−RT/2l cos h, എന്താ √r²/4l² മൈനസ് 1/LC ഇൻറ്റു t പ്ലസ് I0 e−RT/2l ഇൻറ്റു r/2l ഡിവൈഡഡ് ബൈ √r²/4l² മൈനസ് 1/LC. ഇത് sin h80 ആണ്. അപ്പോൾ sin h ഇൻറ്റു √r²/4l² മൈനസ് 1/LC ഇൻറ്റു t. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കേസ്. അപ്പോൾ ഏതാണോ കണ്ടീഷൻ എന്നനുസരിച്ച് ഡിനോമിനേറ്ററിൽ റീഅറേഞ്ച് ചെയ്ത് അത് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉള്ള കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മളിവിടെ ചെയ്യുന്ന പ്രൊസീജിയർ. അപ്പോൾ മൂന്നാമത്തെ കേസ് എങ്ങനെ വരും എന്ന് നോക്കാം. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ω02 ലെസ് ദാൻ k² ആണ്. ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടി I(t). അപ്പം ഇത്ര മാക്സിമം പീക്ക് വരില്ല, ഇതിലും കുറഞ്ഞ് ഇങ്ങനെ വന്ന് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ കേസിൽ എൻ്റെ എക്സ്പ്ലനേഷൻ, ആസ് r/2l ഈസ് വെരി ലാർജ് ദ RHS ഡിക്രീസസ് വെരി റാപ്പിഡ്ലി. പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് പോകും, ഓസിലേഷൻസ് സ്റ്റോപ്പായി പോകും. ദ കറണ്ട് ഡൈസ് ഓഫ് എക്സ്പൊണൻഷ്യലി വിത്ത് ടൈം വിത്തൗട്ട് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ദ ഹാർമോണിക് ഓസിലേഷൻ ഈ സെഡ് ടു ബി ഓവർ ഡാംഡ് ഓർ പീരിയോഡിക്. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ പറഞ്ഞ പേരാണ് ഓവർ ഡാംഡ് കണ്ടീഷൻ. ഫസ്റ്റ് കേസ് ക്രിട്ടിക്കലി ഡാംപ്ഡ് എന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തെ കേസ് ω02 ഗ്രേറ്റർ ദാൻ k² നമ്മൾ അണ്ടർ ഡാംപ്ഡ് കണ്ടീഷൻ എന്നാണ് പറയണത്. മൂന്നാമത്തെ കേസ് ω02 ലെസ് ദാൻ k² ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ. നമ്മൾ 3 കേസുകൾ അനലൈസ് ചെയ്തു. ക്രിട്ടിക്കലി ഡാംപ്ഡ്, അണ്ടർ ഡാംപ്ഡ് ആൻഡ് ഓവർ ഡാംപ്ഡ് കണ്ടീഷൻസ്. ഇപ്പോൾ LCR സർക്യൂട്ടിൽ റെസിസ്റ്ററിൻ്റെ പ്രസൻസ് മൂലം ഉണ്ടാകുന്ന ഡാമ്പിംഗ് എഫക്റ്റാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ LCR സർക്യൂട്ട് ഈ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്തെടുക്കുക ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട്. നമ്മൾ സാധാരണ സോൾവ് ചെയ്യുന്നതിൽ നിന്നും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആപ്ലിക്കേഷനായിട്ടാണ് ഇവിടെ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു essay ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചാലോ ഓർ അനലൈസ് ദ LCR സർക്യൂട്ട് ബൈ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാലോ ഈ ഒരു essay ആണ് എഴുതേണ്ടത്. ഈസി ആയിട്ടുള്ളൊരു essay ആണ്. 3 കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിനെ ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് മാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. Hope you understand today's topic. Thank you.